കാർഷിക വാർത്തകൾ. ഏലം വില ഇടിഞ്ഞു. കുരുമുളക് വിപണിയിലും ഇടിവ് തുടരുന്നു. മുന്നേറാനാകാതെ റബ്ബർ, വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ ഉയർന്നു. ഏലക്ക വില ജനുവരിയിൽ കിലോഗ്രാമിന് 3000 രൂപയ്ക്ക് മുകളിൽ കൈമാറ്റം നടന്ന ശരാശരി ഇനങ്ങൾക്ക് കിലോ 1972 രൂപയായി താഴ്ന്നു. മികച്ച ഇനങ്ങൾ 2549 രൂപയിലും കൈമാറ്റം നടന്നു. കാർഷിക മേഖലയിൽ നടന്ന ലേലത്തിൽ 15630 കിലോ ഏലക്ക വിൽപ്പനയ്ക്കെത്തിയതിൽ 13742 കിലോ മാത്രമാണ് വിറ്റഴിഞ്ഞത്. ആഭ്യന്തര ഇടപാടുകാർക്കൊപ്പം വിദേശ കച്ചവടങ്ങൾ ഉറപ്പിച്ച കയറ്റുമതിക്കാരും ഏലക്ക ശേഖരിക്കാൻ ഉത്സാഹിച്ചു. സംസ്ഥാനത്തെ കുരുമുളക് കർഷകരെ ഞെട്ടിച്ച ഉൽപ്പന്ന വില ക്വിന്റലിന് 500 രൂപ ഇടിഞ്ഞു. ആഭ്യന്തര ഡിമാൻഡ് കുറഞ്ഞതിനാൽ കൊച്ചിയിൽ അൺഗാർബിൾഡ് കുരുമുളക് ക്വിന്റലിന് 68,500 രൂപയായി താഴ്ന്നു. സംസ്ഥാനത്ത് വീണ്ടും വരണ്ട കാലാവസ്ഥ റബ്ബർ ടാപ്പിംഗ് പുനരാരംഭിക്കാനുള്ള സാധ്യതകൾക്ക് മങ്ങലേറ്റു. കൊച്ചി, കോട്ടയം വിപണികളിൽ ഷീറ്റ് വരവ് കുറവാണെങ്കിലും ടയർ വ്യവസായികളുടെ പിന്തുണ കുറഞ്ഞത് മുന്നേറ്റത്തിന് തടസ്സമായി. 4ാം ഗ്രേഡ് റബ്ബർ കിലോ 195 രൂപയിലും 5ാം ഗ്രേഡ് 192 രൂപയിലും ഇടപാടുകൾ നടന്നു. വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ വീണ്ടും ഉയർന്നു. പച്ചത്തേങ്ങയ്ക്കും കൊപ്രയ്ക്കും നേരിട്ട ക്ഷാമം മുൻനിർത്തി മില്ലുകാർ വില ഉയർത്തി ചരക്ക് ശേഖരിച്ചു. കൊച്ചിയിൽ തുടർച്ചയായ 3ാം ദിവസവും വെളിച്ചെണ്ണ വില ഉയർന്ന ക്വിന്റലിന് 26,600 രൂപയായി. കൊപ്ര 17,800 രൂപയിൽ വിപണനം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സംസ്ഥാനം സ്മാർട്ട് കൃഷിയുടെ പാതയിലെന്ന് സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദ്. കർഷകന് കൂടുതൽ വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും മുൻവർഷങ്ങളിലെ കൃഷി സംബന്ധമായ വിശദമായ ഡാറ്റയും ഉപയോഗിച്ചുള്ള സമഗ്രമായ കൃഷിരീതി ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേരളമെന്ന് സംസ്ഥാന കൃഷിമന്ത്രി പി പ്രസാദ് പറഞ്ഞു. പരമ്പരാഗത കൃഷിരീതിയെ അപേക്ഷിച്ച് കൂടുതൽ ശാസ്ത്രീയമായ കൃഷിക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. നടുന്നു, പരിചരിക്കുന്നു, വിളവെടുക്കുന്നു, വിൽക്കുന്നു എന്ന രീതിയിൽ മാറ്റങ്ങൾ ആവശ്യമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നമ്മൾ വാങ്ങിക്കുന്ന ഓരോ ഉൽപ്പന്നത്തിനും വില നിശ്ചയിക്കുന്നത് ഉൽപ്പാദകരും വിൽപ്പന കേന്ദ്രങ്ങളുമാണ്. അങ്ങനെ വില നിശ്ചയിക്കാൻ കർഷകർക്ക് മാത്രമാണ് കഴിയാത്തത്. വിപണിയാണ് കാർഷികോൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. ഇവിടെ ലാഭവും നഷ്ടവും ഉണ്ടാകാം. അതേസമയം കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ടാക്കി വിൽപ്പനയ്ക്കെത്തുമ്പോൾ കർഷകർക്ക് വില നിശ്ചയിക്കാനും അതിലൂടെ അധിക വരുമാനം നേടാനും സാധിക്കുന്നു. ആവശ്യകതയ്ക്കനുസരിച്ച് കൂടുതൽ ഇടങ്ങളിലേക്ക് വിൽപ്പന വിപുലീകരിക്കേണ്ടതുണ്ട്. ഇതെല്ലാം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടത്തിവരുന്നതെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്മാം പദ്ധതി പ്രകാരം കാർഷിക യന്ത്രങ്ങളുടെ വാടക കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ സർക്കാർ ധനസഹായം ലഭിക്കും. 40% വരെയാണ് സബ്സിഡി. കാർഷിക യന്ത്രവൽക്കരണം പ്രോത്സാഹിപ്പിക്കുക, യന്ത്രങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തുക, ചെറുകിട കൃഷിയിടങ്ങളിൽ കാർഷിക യന്ത്രവൽക്കരണത്തിലൂടെ വിപുലമാക്കുക തുടങ്ങിയവയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചെറുകിട കൃഷിയിടങ്ങൾ കൂടുതലായുള്ള പ്രദേശങ്ങളിൽ കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കാം. നിലമൊരുക്കുന്ന യന്ത്രങ്ങൾ മുതൽ അവശിഷ്ട പരിപാലനം വരെയുള്ള യന്ത്രങ്ങൾ ഓരോ കസ്റ്റം ഹയറിംഗ് സെന്ററിലും കർഷകർക്ക് വാടകയ്ക്ക് കൊടുക്കാനായി വാങ്ങാവുന്നതാണ്. കാർഷിക യന്ത്രങ്ങൾ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനായി കസ്റ്റം ഹയറിംഗ് സെന്ററുകൾക്ക് ബിസിനസ് മോഡലുകൾ സ്വീകരിക്കാം. 10 ലക്ഷം രൂപ വരെ മുതൽ മുടക്കുന്ന കസ്റ്റം ഹയറിംഗ് സെന്ററുകൾ സ്ഥാപിക്കുന്നതിന് 40% സബ്സിഡി നിരക്കിൽ പരമാവധി 4 ലക്ഷം രൂപ വരെ ലഭിക്കും. 25 ലക്ഷം രൂപ വരെ മുതൽ മുടക്ക് വരുന്ന സെന്ററുകൾക്ക് 10 ലക്ഷം രൂപ വരെയും 40 ലക്ഷം രൂപ മുതൽ മുടക്കുള്ള കേന്ദ്രങ്ങൾക്ക് പരമാവധി 16 ലക്ഷം രൂപ വരെയും സാമ്പത്തിക സഹായം അനുവദിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കൊച്ചി തേയില കേന്ദ്രത്തിൽ കനത്ത വിൽപ്പന. ഓർത്തഡോക്സ് തേയിലയ്ക്കാണ് വാങ്ങലുകാർ ഏറെയുള്ളത്. കൊച്ചിയിലെ തേയില ലേലത്തിൽ ഓർത്തഡോക്സ് ഇല വാങ്ങൽ ശക്തമായി. ഇറാഖി ഏജന്റുമാരാണ് മുൻനിരയിൽ. തേയില വിപണിയിൽ കഴിഞ്ഞ ആഴ്ചയിലെ 200 രൂപയുമായി താരതമ്യം ചെയ്യുമ്പോൾ ശരാശരി വില 5 രൂപ വർദ്ധിച്ച് 205 രൂപയായി. 3,01,204 കിലോഗ്രാമിൽ 86% വിറ്റഴിച്ചു. ശ്രീലങ്കൻ തേയില വിലയിലുണ്ടായ വർധന ഇറാഖി തേയില വാങ്ങുന്നവർക്ക് ദക്ഷിണേന്ത്യൻ ലേലങ്ങളിലേക്ക് തിരിയാൻ കാരണമായിട്ടുണ്ട്. CIS രാജ്യങ്ങളിലേക്കും മിഡിൽ ഈസ്റ്റിലേക്കും കയറ്റുമതിക്കാരുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. കൂടാതെ ആഭ്യന്തര വ്യാപാരികളും ലേലത്തിൽ സജീവമായിരുന്നു. ഇന്ത്യ പാക് അതിർത്തിയിലെ സ്ഥിതി കൂടുതൽ വഷളായാൽ രാജ്യത്തു നിന്നുള്ള ചരക്ക് നീക്കങ്ങൾ കാലതാമസവും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമായേക്കാമെന്ന ആശങ്കയും വിപണിയിലുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഴക്കടൽ മത്സ്യസമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കാൻ നീക്കം. സാധ്യതാ പഠനത്തിനായി സംയുക്ത ഗവേഷണ പദ്ധതിക്ക് തുടക്കമായി. ഇന്ത്യയുടെ ആഴക്കടൽ മത്സ്യസമ്പത്ത് ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ പഠിക്കുന്ന സംയുക്ത ഗവേഷണ പദ്ധതിക്ക് തുടക്കമായി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിന്റെയും കേന്ദ്ര മത്സ്യ സാങ്കേതിക ഗവേഷണ സ്ഥാപനത്തിന്റെയും പങ്കാളിത്തത്തിലാണ് പദ്ധതി. ഇന്ത്യൻ സമുദ്രാതിർത്തിയിലെ ആഴക്കടലിൽ ഗണ്യമായ മത്സ്യസമ്പത്തുണ്ട്. എന്നാൽ ഇവ ഉപയോഗിക്കപ്പെടാതെ കിടക്കുകയാണ്. 200 മീറ്റർ മുതൽ 100 മീറ്റർ വരെ ആഴമുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മിസോപെലാജിക് മത്സ്യങ്ങളുടെ അളവും പ്രത്യേക മത്സ്യബന്ധന രീതികളും അവയുടെ വ്യാവസായിക സാധ്യതകളുമാണ് പഠനവിധേയമാക്കുന്നത്.
മെഴുക് ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ ഭക്ഷ്യയോഗ്യമല്ല. എന്നാൽ മത്സ്യത്തീറ്റ നിർമ്മാണം, ന്യൂട്രാസ്യൂട്ടിക്കൽ ഉൽപാദനം തുടങ്ങി ഒട്ടേറെ വ്യാവസായിക ആവശ്യങ്ങളിൽ ഇവ ഉപയോഗിക്കാനാകും. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ എന്നിവരുമായി സഹകരിച്ച് പരീക്ഷണാടിസ്ഥാനത്തിലാണ് 1 വർഷം നീണ്ടു നിൽക്കുന്ന പഠനത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 196, RSS 5 192, ലാറ്റക്സ് 140, ജാതിക്ക 350, ജാതിപത്രി 1800 മുതൽ 2250 വരെ, ഗ്രാമ്പു 900, അടയ്ക്ക 270, കാപ്പിക്കുരു 250, കൊക്കോ പരിപ്പ് 360, കുരുമുളക് ഗാർബിൾഡ് 70,500, കുരുമുളക് അൺഗാർബിൾഡ് 68,500, ഏലക്ക 2000 മുതൽ 2100 വരെ, വെളിച്ചെണ്ണ 26,500, കൊപ്ര 17,900, ചുക്ക് 22,500.